അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഖലീഫയായിട്ടുള്ള സ്ഥാനാരോഹണം, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ വിജയങ്ങൾ, മറ്റു ഖലീഫമാരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നാവികസേന അദ്ദേഹം രൂപീകരിച്ചു. അതെല്ലാം തന്നെ നമ്മൾ പഠിച്ചു ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കിതാബത്തുൽ മുസാഹിഫ്, ഖുർആനിന്റെ കോപ്പി എഴുത്ത്. നേരത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് പഠിച്ച സമയത്ത് നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ് ജംഉൽ ഖുർആനിൽ കരീം, ഖുർആനിന്റെ ക്രോഡീകരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായി ഖുർആൻ അവതരിച്ചപ്പോൾ അത് ഒരു ഗ്രന്ഥരൂപത്തിൽ, ഒരു മുസഹഫാക്കി ക്രോഡീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അത് ക്രോഡീകരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിന്റെയും മറ്റു സ്വഹാബത്തിന്റെയും പരിശ്രമ ഫലമാണ് ഒരു 2 ചട്ടക്കൂടിനുള്ളിൽ ഒരു മുസഹഫ് രൂപത്തിലേക്കാക്കി മാറ്റുന്നത്. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ വീണ്ടും ഒരു ഖുർആൻ ക്രോഡീകരണം നടക്കുകയാണ്. അതിനെയും ജംഉൽ ഖുർആൻ എന്ന് തന്നെയാണ് പറയാറുള്ളത്. എന്നാൽ മറ്റൊരു രീതിയിലാണ് ഈ ഖുർആൻ ക്രോഡീകരണം നടന്നിട്ടുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇലകളിലും അതുപോലെ തന്നെ മൃഗങ്ങളുടെ തോലിലും കൊത്തിവെച്ച അക്ഷരങ്ങളെ, ആയത്തുകളെ ഒരൊറ്റ മുസഹഫാക്കി മാറ്റി, ഒരു കിതാബാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതിന്റെ ആവശ്യം ഇനിയില്ല. എന്നാൽ എന്താണ് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന ഖുർആൻ ക്രോഡീകരണം എന്ന് നമുക്ക് പഠിക്കാം. റഅയ്ന ഫീമാ മളാ അന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖദ് അമറ ബിജംഇൽ ഖുർആനിൽ കരീം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഖുർആൻ ക്രോഡീകരണത്തിന് വേണ്ടി കൽപ്പിച്ചത് നമ്മൾ കണ്ടതാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. വകാന ദാലിക അഹദു അഅമാലിഹിൽ ജലീല, അത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ചൊരു പ്രവർത്തനമായിരുന്നു. വലമ്മ ഖറജൽ മുസ്ലിമൂന മിൻ ജസീറത്തിഹിം, മുസ്ലിങ്ങൾ അവരുടെ ജസീറത്തിൽ നിന്ന്, അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് പുറത്തു പോയപ്പോൾ, അഥവാ ഇസ്ലാം അന്യനാടുകളിലേക്ക് കൂടി വ്യാപിച്ചപ്പോൾ, ഇസ്ലാമിന്റെ ഭൂവിസ്തൃതിയും മുസ്ലിങ്ങളുടെ എണ്ണവും ഒക്കെ വർദ്ധിച്ചപ്പോൾ, വമന്നല്ലാഹു അലൈഹിം ബിൽ ഫത്ഹ് വന്നസ്റുൽ മുബീൻ, വ്യക്തമായ വിജയങ്ങളും സഹായങ്ങളും കൊണ്ട് അള്ളാഹു അവരെ അനുഗ്രഹിക്കുകയും ചെയ്തപ്പോൾ, മന്നല്ലാഹു, അള്ളാഹു അവരെ അനുഗ്രഹിക്കുകയും ചെയ്തപ്പോൾ, വഖ്തലതു ബിഗൈരിഹിം മിനൽ ഉമം, മറ്റു സമൂഹങ്ങളുമായി അവർ കൂടിക്കലർന്നു. ഇഖ്തലത എന്ന് പറഞ്ഞാൽ കൂടിക്കലർന്നു. ലഹല ഹുദൈഫത്ത് ബിനുൽ യമാൻ ഖായിദ് ഉസ്മാൻ ഫി ഗസ്വി അസർബൈജാൻ, അസർബൈജാനിലെ യുദ്ധത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ സേനാനായകനായിരുന്ന ഹുദൈഫത്ത് ബിനുൽ യമാൻ നിരീക്ഷിച്ച ഒരു കാര്യമുണ്ട്. എന്താണ് അദ്ദേഹം നിരീക്ഷിച്ചത്? അദ്ദേഹം കണ്ടത് ഇഖ്തിലാഫുൽ മുസ്ലിമീന ഫി ഖിറാഅത്തിൽ ഖുർആനിൽ കരീം, ഖുർആനിന്റെ പാരായണത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ വ്യത്യാസമുള്ളതായിട്ട് അദ്ദേഹം കാണാനിടയായി. അദ്ദേഹം അസർബൈജാനിൽ യുദ്ധത്തിലേർപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടി സേനാനായകനായി പുറപ്പെട്ട സമയത്ത് അവിടെയുള്ള ആളുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവിടേക്ക് ഇസ്ലാം എത്തിയിട്ടില്ല. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നാടുകളിലേക്ക് ഇസ്ലാം എത്തിയിട്ടുണ്ട്. ആഫ്രിക്കയിലേക്കും അതുപോലെ തന്നെ യൂറോപ്പിന്റെ ഒരു ഭാഗത്തേക്കും ഏഷ്യയുടെ ഏകദേശം എല്ലാ ഭാഗങ്ങളിലേക്കും ഒക്കെ ഇസ്ലാം എത്തിയിട്ടുണ്ട്. നേരത്തെ ജസീറത്തുൽ അറബില് മാത്രമായിരുന്നു പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും സ്വഹാബത്ത് അല്ലെങ്കിൽ പ്രവാചകന്റെ അടുക്കൽ നിന്ന് നേരിട്ട് ഖുർആൻ പഠിച്ച ആളുകൾ അവിടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഇവിടേക്കൊക്കെ ഇസ്ലാം വരികയും ഇവിടെയുള്ള അമുസ്ലിങ്ങളായ ആളുകൾ, ക്രിസ്തു മതത്തിലും ജൂതമതത്തിലും മജൂസികളും ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, ഇവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ ഇവർക്കിടയിൽ ഖുർആൻ പാരായണം ചെയ്തപ്പോൾ അതിൽ വ്യത്യാസമുള്ളതായിട്ട് ഹുദൈഫത്ത് ബിനുൽ യമാൻ നിരീക്ഷിക്കുകയാണ്. ഫജാ അൽ മദീന, അങ്ങനെ അദ്ദേഹം മദീനയിലേക്ക് വന്നു. വഅശാറ അല ഉസ്മാൻ ബികിതാബത്തിൽ മുസാഹഫ് വതർതീബിഹ, ഖുർആനിന്റെ എഴുത്തിനെ കുറിച്ച്,
അതിന്റെ ക്രമമനുസരിച്ച് അത് രേഖപ്പെടുത്തി വെക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ ഖുർആൻ കോപ്പി എടുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹുവിനോട് സൂചിപ്പിച്ചു. ഫമാ കാന മിൻ ഉസ്മാൻ ഇല്ലാ അൻ ജമഅ സ്വഹാബ. ഇതറിഞ്ഞപ്പോൾ തന്നെ സ്വഹാബത്തിനെ മുഴുവനും ഉസ്മാൻ റളിയല്ലാഹു ഒരുമിച്ച് കൂട്ടി. വഅഖ്ബറഹും ബിൽ അംർ, ഈ കാര്യത്തെക്കുറിച്ച് അവരെ അറിയിക്കുകയും ചെയ്തു. ഫസ്തഹ്സനു അൽ ഫിക്ര വഅഖറൂഹു അലൈഹ, ഇതിനെക്കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങൾ, നല്ല ചിന്തകൾ അദ്ദേഹം തേടുകയും അതിൽ നല്ലൊരു തീരുമാനമെടുക്കുകയും ചെയ്തു. അഥവാ ഖുർആൻ വീണ്ടും കോപ്പികൾ എടുക്കാൻ, കോപ്പി എഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനിക്കുകയാണ്. ഫഅർസല ഉസ്മാൻ ഇലാ ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹ അൻ അർസിൽനി ഇലൈനാ ബിൽ മുസ്ഹഫ് ഹൈസു കാന ഇൻദഹ ബഅദ വഫാത്തി അബിഹ. മുൻ ഖലീഫയായിരുന്ന ഉമർ ബിൻ ഖത്താബിന്റെ മകളായ ഹഫ്സയുടെ അടുക്കലേക്ക് ഉസ്മാൻ റളിയല്ലാഹു ആളെ അയച്ചു, അവരുടെ കൈവശമുണ്ടായിരുന്ന മുസ്ഹഫ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഈ മുസ്ഹഫ് എങ്ങനെയാണ് ഹഫ്സ റളിയല്ലാഹുവിന്റെ കൈവശെത്തിയത്? കാന ഇൻദഹ ബഅദ വഫാത്തി അബിഹ, ഉമർ അള്ളാഹു മരണപ്പെടുന്ന സമയത്ത് ഹഫ്സ റളിയല്ലാഹുവിനെയായിരുന്നു ഉമർ അള്ളാഹു ഈ ഖുർആനിന്റെ കോപ്പി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ കോപ്പി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഈ മുസ്ഹഫ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹഫ്സ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ആളയച്ചു. വസുർആൻ മാ അർസൽതഹു ഹഫ്സ, വളരെ പെട്ടെന്ന് തന്നെ ഹഫ്സ റളിയല്ലാഹു അത് അയച്ചു കൊടുക്കുകയും ചെയ്തു. വലിൽ മറത സാനിയ യുഷ്രിഫു സയ്യിദ് ബിൻ സാബിത്ത് അലാ കിതാബത്തിൽ ഖുർആനിൽ കരീം ഫി അഹദി ഉസ്മാൻ. അങ്ങനെ രണ്ടാം തവണയും സയ്യിദ് ബിൻ സാബിത്ത് ഖുർആനിന്റെ എഴുത്തിന് നേതൃത്വം നൽകുകയാണ്. നേരത്തെ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിന്റെ കാലഘട്ടത്തിലാണെങ്കിൽ ഇപ്പോൾ ഉസ്മാൻ അള്ളാഹുവിന്റെ കാലഘട്ടത്തിലും സയ്യിദ് ബിൻ സാബിത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാത്തിബുൽ വഹി എഴുത്തുകാരനായിരുന്ന സയ്യിദ് ബിൻ സാബിത്ത് ആയിരുന്നു അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിന്റെ കാലഘട്ടത്തിലും നേതൃത്വം നൽകിയിരുന്നത്. അപ്പൊ ഇവിടെയും അദ്ദേഹത്തെയാണ് ഉസ്മാൻ അള്ളാഹുവും ഈ ദൗത്യം ഏൽപ്പിച്ചത്. അങ്ങനെ അവർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഖുർആനിനെ വീണ്ടും പല പതിപ്പുകളായി എഴുതി വെച്ചു. അതായത് നേരത്തെ ഖുർആൻ ഉണ്ട്, അതിനെ പ്രിന്റ് ചെയ്യാനൊന്നുമുള്ള സൗകര്യം അല്ലെങ്കിൽ പ്രസ്സുകളൊന്നും സൗകര്യമൊന്നും അന്നത്തെ കാലത്തില്ലല്ലോ. അപ്പൊ അത് എഴുതുക തന്നെ വേണം. അങ്ങനെ അവരെന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഖുർആനിനെ പല കോപ്പികളായി എഴുതി. വലമ്മൻ തഹു, അങ്ങനെ അത് അവസാനിച്ചപ്പോൾ, ഈ ദൗത്യം അവസാനിച്ചപ്പോൾ, അർസലൽ ഖലീഫ മുസഹഫൻ ഇലാ കുല്ലി മിസ്രിൻ മിനൽ അംസ്വാർ, ഖലീഫ എല്ലാ പട്ടണങ്ങളിലേക്കും ഈ ഖുർആനിന്റെ പതിപ്പുകൾ അയച്ചു. ഖുർആനിന്റെ എത്ര പതിപ്പുകളാണ് അന്ന് എഴുതിയത്, ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് അത് അയച്ചത്, എത്ര സ്ഥലങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട് എന്നെല്ലാം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. 4, 5, 6, 7, 8 എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. എങ്കിലും അതിൽ പ്രബലമായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് 6 എണ്ണമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും, മദീനക്ക് പുറമെ മക്ക, ഷാം, യമൻ, ബഹ്റൈൻ, ബസ്ര, കൂഫ എന്നീ പ്രദേശങ്ങളിലേക്കാണ് ഇതിന്റെ കോപ്പി അയച്ചിട്ടുള്ളത്. എന്നാൽ ഇതിന്റെ അസ്ലിയായിട്ടുള്ള മുസ്ഹഫ്, നേരത്തെ ഹഫ്സ അള്ളാഹുവിന്റെ കൈവശത്തിൽ നിന്ന് ഉസ്മാൻ അള്ളാഹു വാങ്ങിക്കൊണ്ടുവന്ന മുസ്ഹഫ് മദീനയിൽ അവശേഷിപ്പിക്കുകയും ബാക്കി എഴുതിയ 6 എണ്ണം ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് അയച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. 4 ആണെന്നും 5 ആണെന്നും 6 ആണെന്നും 7 ആണെന്നും 8 ആണെന്നും ഒക്കെ അഭിപ്രായങ്ങളുണ്ട്. എങ്കിലും ഈ ഒരു സ്ഥലങ്ങളിലേക്ക് അയച്ചു കൊടുത്തതായിട്ടാണ് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ കൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, അന്ന് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവാണ് ഇതിന് നേതൃത്വം വഹിച്ചത് എങ്കിലും അദ്ദേഹം മാത്രമായിരുന്നില്ല ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, സഈദ് ഇബ്നുൽ ആസ്, അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസ് ഇബ്നു ഹിഷാം ഇവരൊക്കെ ഉണ്ടായിരുന്നു എന്നും നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അന്നൽ ഖസ്ദ് മിന തദ്വീനിൽ അവ്വൽ, ഒന്നാമത്തെ ഖുർആൻ ക്രോഡീകരണത്തിന്റെ, തദ്വീൻ എന്ന് പറഞ്ഞാൽ ക്രോഡീകരണം, ഖുർആൻ ക്രോഡീകരണത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഖുർആൻ ക്രോഡീകരണം എന്ന് ഉദ്ദേശിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന ഖുർആൻ ക്രോഡീകരണത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് ഇന്നമാ ഹുവ ജംഉൽ ഖുർആനിൽ കരീം, അത് ഖുർആനിന്റെ ക്രോഡീകരണമായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട്,
മൃഗങ്ങളുടെ തോലിലും മരക്കഷ്ണങ്ങളിലും മരത്തിന്റെ തോലുകളിലും ഒക്കെയായി പലയിടങ്ങളിലായിട്ട് രേഖപ്പെടുത്തി വെച്ച കൊത്തിവെച്ച ഖുർആനിന്റെ വചനങ്ങളെ 2 ചട്ടകൾക്കുള്ളിലായിട്ടുള്ള ഒരു കിതാബ് രൂപത്തിൽ, ഒരു മുസഹഫ് രൂപത്തിലേക്ക് ആക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഖുർആൻ ക്രോഡീകരണം. വഹിഫ്ലുഹു മിനൽ ദിയാ, ആ ഖുർആനിക വചനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്ന് അതിനെ സംരക്ഷിക്കുകയായിരുന്നു അതിന്റെ ലക്ഷ്യങ്ങൾ. അപ്പൊ ഈ 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ജംഉൽ ഖുർആനിൽ കരീം, ഖുർആനിന്റെ ക്രോഡീകരണമായിരുന്നു. വഹിഫ്ലുഹു മിനൽ ദിയാ, അത് നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്ന് അതിനെ സംരക്ഷിക്കുകയുമായിരുന്നു അതിന്റെ ലക്ഷ്യങ്ങൾ. വഅന്നൽ ഖസ്ദ മിന തദ്വീൻ സാനി, എന്നാൽ രണ്ടാമത്തെ ഖുർആൻ ക്രോഡീകരണത്തിന്റെ ലക്ഷ്യം, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന ഖുർആൻ ക്രോഡീകരണത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹുവ ജംഉൻ നാസ് അലാ വജ്ഹിൻ വാഹിദിൻ ഫീ ഖിറാഅത്തിൽ ഖുർആനിൽ കരീം, ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ ജനങ്ങളുടെ ഖിറാഅത്തിനെ ഒരേ രീതിയിലാക്കുക എന്നതായിരുന്നു അതിന്റെ ലക്ഷ്യം. ഖശ്യത അൻ യഖഅ ബൈനഹും മിൻ ഖിലാഫ്, അവർക്കിടയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ജനങ്ങൾ മുഴുവനും, ലോകത്ത് ഇനി വരുന്ന മുഴുവൻ ജനങ്ങളിലേക്കുമാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് ഖുർആൻ കേട്ട് പഠിച്ച ആളുകളും മരണപ്പെട്ടു പോകുന്നു. ഈ സാഹചര്യത്തിൽ ഇത് ലോകാവസാനം വരെ നിലനിൽക്കേണ്ട ഗ്രന്ഥം എന്ന നിലക്ക് അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്നതായിരുന്നു ഒന്നാമത്തെ തദ്വീനിന്റെ ലക്ഷ്യം. രണ്ടാമത്തേത്, ഈ നഷ്ടപ്പെടാതെ നിലനിൽക്കുന്ന ഈ ഖുർആൻ അത് ലോകത്തുള്ള ഒരുപാട് ആളുകൾ, പല ഭാഗങ്ങളിലുള്ള ആളുകൾ, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള മുസ്ലിങ്ങൾ അത് പാരായണം ചെയ്യുമ്പോൾ അത് എല്ലാം ഒരുപോലെയാവണം. വജ്ഹൻ വാഹിദ്, ഒരൊറ്റ രൂപത്തിലായിരിക്കണം, അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നതായിരുന്നു രണ്ടാമത്തെ ഖുർആൻ ക്രോഡീകരണത്തിന്റെ ലക്ഷ്യമായിട്ടുള്ളത്. വസദഖല്ലാഹുൽ അലീം ഇദ് യഖൂലു ഫീ കിതാബിൽ അസീസ്, അള്ളാഹു ഇതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നത് കേൾക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يأتيه الباطل من بين يديه ولا من خلفه تنزيل من حكيم حميد. അതിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അതിൽ അസത്യം വന്നെത്തുകയില്ല. യുക്തിമാനും സ്തുത്യർഹനുമായിട്ടുള്ളവന്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതത്രേ അത്. സൂറത്തുൽ ഫുസ്സിലത്ത് 42-ാമത്തെ വചനം. ഇൻഷാ അല്ലാഹ് ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. നമ്മൾ പഠിച്ചത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലെ ഖുർആൻ ക്രോഡീകരണം എങ്ങനെയായിരുന്നു എന്നതാണ് പഠിച്ചത്. അതിന്റെ കാരണം എന്തായിരുന്നു? അതിന്റെ കാരണം മറ്റു ദേശങ്ങളിലുള്ള ആളുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ഖുർആൻ പഠിക്കാൻ കഴിയാത്ത ആളുകൾക്കിടയിൽ ഖുർആൻ പാരായണത്തിൽ വ്യത്യാസമുള്ളതായിട്ട് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ കാണുകയുണ്ടായി. അത് ഉസ്മാൻ റളിയല്ലാഹുവിനെ ബോധിപ്പിച്ച് അദ്ദേഹം മറ്റു സ്വഹാബത്തുമായി ചർച്ച നടത്തി ഹഫ്സ റളിയല്ലാഹുവിന്റെ കൈവശമുണ്ടായിരുന്ന ഖുർആൻ വരുത്തിച്ചുകൊണ്ട് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ അതിന്റെ പല കോപ്പികളെടുത്ത് പ്രധാനപ്പെട്ട ഇസ്ലാമിക നഗരങ്ങളിലേക്ക് മുഴുവനും അത് അയച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലെയും ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലെയും ഖുർആൻ ക്രോഡീകരണത്തിന്റെ വ്യത്യാസങ്ങൾ എന്തായിരുന്നു? ആദ്യത്തെ ഖുർആൻ ക്രോഡീകരണത്തിന്റെയും രണ്ടാം ഖുർആൻ ക്രോഡീകരണത്തിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്തായിരുന്നു? അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കൃത്യമായി വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക.